മാന്യ സ്നേഹിതർക്കെല്ലാം കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട നസറയനായ യേശു ക്രിസ്തു തൻ്റെ മരണത്തിന് മുമ്പ് തന്നെ താൻ ക്രൂശിക്കപ്പെട്ടാലും മരണത്തെ തകർത്തുകൊണ്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. യേശു കർത്താവ് ഇവിടൊക്കെ തന്നെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും വ്യക്തമായി അറിയിച്ചിരുന്നു. എന്നാൽ ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാതിരിപ്പാൻ പൈശാചിക ശക്തികളും അന്നത്തെ അധികാരവർഗവും അന്നത്തെ മത നേതൃത്വവും എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 62-ാം വാക്യം മുതൽ. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്നവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതി മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3 നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളവും ഉറപ്പ് വരുത്തുവീനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. പ്രിയ സ്നേഹിതരെ, ഇവിടെ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ലോകരക്ഷിതാവായ മാനവകുലത്തെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശുവിനെ ലോകം മുഴുവൻ ആദരിക്കുന്ന ദൈവപുത്രനെ യഹൂദന്മാർ വിളിച്ചത്, പരീശന്മാർ ശാസ്ത്രിമാർ വിളിച്ചത് ചതിയൻ എന്നായിരുന്നു. ആ ചതിയൻ എന്നാൽ അവർ പീലാത്തോസിനെ വിളിച്ചത് യജമാനനെ എന്നായിരുന്നു. പീലാത്തോസിനെ യജമാനനെ എന്ന് വിളിച്ചു, യേശുവിനെ ചതിയൻ എന്ന് വിളിച്ചു. യോഗ്യനായവനെ അവർ ചതിയൻ എന്ന് വിളിച്ചു, അയോഗ്യനായവനെ അവർ യജമാനനെ എന്ന് വിളിച്ചു. ആദരിക്കേണ്ടവനെ അവർ അനാദരിച്ചു. ലോകമിങ്ങനെയാണ്. യോഗ്യനായവനെ ആദരിക്കാൻ ലോകത്തിന് കഴിയുന്നില്ല. അനേക അയോഗ്യന്മാരെ ലോകം ആദരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നാഥന് മുൾമുടി നൽകിയ ലോകം നമുക്ക് പൊൻകിടം തരില്ല. യേശു കർത്താവിനെ സൂര്യ തേജസ്സുള്ള, ഹിമം പോലെ വെള്ളയുള്ള, അതിപരിശുദ്ധനായവനെ ചതിയനെന്ന് വിളിച്ച ലോകം ഒരുപക്ഷെ നിങ്ങളെയും എന്നെയും അങ്ങനെ വിളിച്ചെന്ന് വരാം. അതുകൊണ്ട് ലോകത്തിൻ്റെ വിളി കേട്ട് നിങ്ങൾ തളരരുത്, വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ലോകം നിങ്ങളെന്തും വിളിക്കട്ടെ, യേശുവിനെ വിളിച്ചതിനേക്കാളപ്പുറം നമ്മളെ വിളിക്കില്ല. ഇവിടെ പരീശന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസിൻ്റെ അരികിൽ ചെന്ന് പറയുന്നു, യജമാനനെ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞു 3 നാൾ കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ്റെ ശിഷ്യന്മാർ പക്ഷേ അവൻ്റെ ഡെഡ് ബോഡി മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. അതുകൊണ്ട് അതുപോലെ ചതിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളവും കല്ലറ ഉറപ്പാക്കുക. നമ്മൾ കാണുന്നു, അവർ പോയി കല്ലറ ഉറപ്പാക്കി. റോമ ഗവൺമെൻറ് ആ കാലഘട്ടത്തിലെ അതിശക്തമായ സൈനിക ശക്തിയുള്ള ഭരണാധികാരികളായിരുന്നു റോമൻ ഗവൺമെൻറ്. ആ കല്ലിന്, യേശു കർത്താവിനെ അടക്കിയ കല്ലറയ്ക്ക് വലിയൊരു കല്ലാദ്യം മുരുട്ടി വെച്ചിരുന്നു. അതിനുശേഷം അതിനെ റോമൻ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്ര അതിൽ ചാർത്തി. റോമ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്ര തകർക്കുക എന്ന് പറഞ്ഞാൽ മരണശിക്ഷയാണ്. യേശുവിനെ വിസ്തരിപ്പാൻ തുടങ്ങിയപ്പോൾ ഓടിപ്പോയ ശിഷ്യന്മാർ, പേടിത്തണ്ടന്മാർ, അവർ തിരികെ വരില്ല. അവരൊരിക്കലും മോഷ്ടിക്കാൻ വരില്ല യേശു ഡെഡ് ബോഡി. അവർ പേടിത്തണ്ടന്മാരാണ്, ഒളിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും അവരെ ഭയന്ന്, അവരെടുത്തുകൊണ്ട് പോകുന്ന ഭയന്ന് ഇമ്പീരിയൽ മുദ്ര ചാർത്തി. അത് തകർത്താൽ മരണശിക്ഷയാണ്. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൈന്യശക്തി റോമൻ പട്ടാളക്കാർ ആ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൃശ്യലോകത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അദൃശ്യലോകത്ത് പിശാചും അവൻ്റെ 1000 ദൂതന്മാരും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. അത് മാത്രമല്ല, ഈ കല്ലറയ്ക്കുള്ളിൽ മരണവും പാതാളവും തങ്ങളേൽപ്പിക്കപ്പെട്ട യേശുവിനെ പുറത്തേക്ക് വിടില്ല എന്ന് വാദിക്കുന്നു.
ആദാം മുതൽ മനുഷ്യരുടെ മേൽ മരണം വാഴുകയാണ്. മരണത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന, പാതാളത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു വ്യക്തിയെ മരണം, പാതാളം തിരികെ വിടില്ല. സ്നേഹിതരെ ശ്രദ്ധിക്കുക. ഞാനിവിടെ വായിക്കുമ്പോൾ യേശു കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. അതെല്ലാം ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ഉയർക്കാതിരിപ്പാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പിശാച് ചെയ്യുന്നത്, അധികാരികൾ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം തടഞ്ഞില്ല, പിതാവാം ദൈവം തടഞ്ഞില്ല. എന്നാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. 3-ാം ദിവസം കല്ലറയെ തകർത്തു, അവൻ ഉയർത്തെഴുന്നേറ്റു. പോസ്റ്റമൃതി 2-23 വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അത് തന്നെ 28-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ശബത്ത് കഴിഞ്ഞ ആഴ്ച 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവ് ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു. ഈ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരായി, നിങ്ങളുടെ നന്മയ്ക്കെതിരായി, നിങ്ങളുടെ തലമുറകളുടെ നന്മയ്ക്കെതിരായി, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഉന്നമനത്തിനെതിരായി ദുഷ്ടപിശാച് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊള്ളട്ടെ. ഒരുപക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ ദൈവം നിശബ്ദനായിരുന്നെന്ന് വരാം. എന്നാൽ ഓർക്കുക, ജയം പിശാചിനല്ല, ജയം സാത്താനല്ല, ജയം അന്ധകാര ശക്തിക്കല്ല, ജയം നിങ്ങൾക്കത്രേ, ജയം യേശുവിനത്രേ, ജയം ദൈവസഭയ്ക്കത്രേ. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, നിങ്ങളുടെ ശുശ്രൂഷയില്ലായ്മ ചെയ്യുവാൻ, നിങ്ങളുടെ പേരിനെ തകർക്കുവാൻ, നിങ്ങളുടെ നല്ല പേരില്ലായ്മ ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യാമോ സാത്താൻ ഒരുപക്ഷെ അതൊക്കെ ചെയ്തെന്ന് വരാം. ചിലപ്പോൾ ദൈവം നിശബ്ദമായിരിക്കും തോന്നുന്നു. എന്നാൽ ഭാരപ്പെടരുത്. ജയവീരനായ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, മരണത്തെ തകർത്ത് ഉയർത്തവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ജയം നമുക്കായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ചൊരു സന്ദേശം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. സംടൈംസ് ഇറ്റ് ഹർട്സ്, സംടൈംസ് ഇറ്റ്സ് ഹാർഡ്, ബട്ട് ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് ഓൾ ഫോർ ദ ബെസ്റ്റ്. നെവർ സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് ഗോഡ് ആൻഡ് ദ ഡിവൈൻ പ്ലാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം പിൻപിൽ ദൈവത്തിന് ഏതോ പ്ലാനുകളുണ്ട്, ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില കാരണങ്ങൾ കാണും. ചിലത് നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കാം, ചിലത് കഠിനകരമായിരിക്കാം, ചിലത് നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതായിരിക്കാം. സ്തോത്രം. എന്നാൽ ഓർക്കുക, അവസാനം ഇതെല്ലാം നന്മയായി മാറും. അവസാനം ഇതെല്ലാം നന്മയായി മാറും. അവസാനം ഇതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. അതുകൊണ്ട് കർത്താവിലുള്ള, ദൈവത്തിലുള്ള, സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം കുറയരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളിൽ നിറവേറട്ടെ. അത് നിറവേറും. അത് തകർക്കുവാൻ പിശാചിന് കഴിയില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മരണവും പാതാളവും കർത്താവിനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി കല്ലറയ്ക്ക് കാവൽ നിന്നു. റോമാകളുടെ ഇമ്പീരിയൽ മുദ്ര യേശു ഉയർക്കാതിരിപ്പാൻ വെച്ചു. പക്ഷേ അതിനെല്ലാം തകർത്തുകൊണ്ട് യേശു പുറത്തു വന്നെങ്കിൽ, നിങ്ങളുടെ നന്മകളെ മുഴുവൻ ദുഷ്ടപിശാച് ബന്ധിച്ച് മുദ്ര വെച്ചാലും അതിനെ തകർത്ത് നിങ്ങളുടെ നന്മകളെ പുറകിൽ കൊണ്ട് പുറത്തു കൊണ്ടുവരും. നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരും. നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് പുഴുക്കൾ അവൻ്റെ ശരീരം തിന്നു തീർക്കുന്നു. എന്നാൽ മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ നിരാശ മനുഷ്യനെ തിന്നു തീർക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ നിരാശയുടെ, ഭാരത്തിൻ്റെ, പരിഭ്രമത്തിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളാണ് ലോകം കാണുന്നത്. എന്നാൽ ആശ വിടരുത്, പ്രതീക്ഷകൾ അസ്തമിക്കരുത്. ജയിച്ച ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ദൈവമാണ്. അവൻ നമുക്ക് ജയം തരും, നിങ്ങൾക്ക് ജയം തരും, നിങ്ങളുടെ കുടുംബത്തിന് ജയം തരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജയം തരും. ദൈവം നിങ്ങളോട് ഇരിക്കും. ആത്മഹത്യ പരിഹാരമല്ല, ജീവൻ അവസാനിപ്പിക്കുന്നല്ല പ്രശ്നപരിഹാരം. എല്ലാ പ്രശ്നത്തിനും പരിഹാരകനായ ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ ജയം നമുക്ക് തന്നെയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, പിശാചിന്
നമുക്കെതിരെ ചെയ്യാവുന്നതൊക്കെ അവൻ ചെയ്തു കൊള്ളട്ടെ. അവൻ ആളുകളെ നമുക്കെതിരെ അണിനിരത്തിക്കൊള്ളട്ടെ. എന്നാൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലാണോ? ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണോ? ജയം നമുക്കാണ്. ജയം യേശുവിനാണ്. ജയം നമുക്ക് നിശ്ചയമാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.